ഈ PMC വിഷയത്തിൽ തന്നെ മംഗലാപുരം യാത്ര മുതൽ ഇന്ന് വരെയുള്ള ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും RSSന് ചൂട്ടി പിടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി മുന്നോട്ട് പോവുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉമീദ് കോർട്ടിൽ രജിസ്റ്റർ ചെയ്തേക്കുന്നത് അല്ലാതെ വെറുതെ എന്തായാലും ചെയ്യാൻ പറ്റൂല. ഉമീദ് കോർട്ടിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. വഖഫ് ബോർഡ് ഇപ്പൊ ഇന്നലെ കൊടുത്തിരിക്കുന്ന മറുപടി കത്തിൽ തന്നെ കൃത്യമായി അത് പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ വിഷയത്തില് മുസ്ലിം ലീഗിന്റെ നിലപാട് കൃത്യമായി നമുക്ക് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കി അറിയാൻ പറ്റും. മുസ്ലിം ലീഗിൽ കൃത്യമായി ഷാജി തന്നെ KM ഷാജി അടക്കമുള്ള മുസ്ലിം ലീഗിന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരെല്ലാവരും കൃത്യമായി പറഞ്ഞിട്ടുണ്ട് മുനമ്പം വഖഫ് ഭൂമി തന്നെയാണ്. മുഖ്യമന്ത്രി അതായത് പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് VD സതീശൻ പറഞ്ഞത് അത് അദ്ദേഹത്തിന്റെ സതീശന്റെ നിലപാടാണ് എന്നാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പറഞ്ഞത്. അപ്പോ മുനമ്പത്ത് ഇപ്പൊ ഇവിടെ മുസ്ലിം സമുദായത്തിന് ഒരു വഖഫ് ഭൂമി അല്ലാത്ത സാധനം കയ്യേറി തിരിച്ചു പിടിക്കാനുള്ള ആവശ്യമൊന്നും ഇവിടെ ഇല്ലല്ലോ. നിലവിലെ വഖഫ് എന്ന് പറയുന്ന ഇസ്ലാമിക നിയമം നിലനിൽക്കുമ്പോൾ അത് തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് അതല്ലെങ്കിൽ അത് വഖഫ് ഭൂമിയായിട്ട് അത് വഖഫിന്റെ ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഒരു മുസ്ലിമായിട്ടുള്ള ആളുകൾക്കും വഖഫ് ബോർഡിനും കൃത്യമായ ഒരു ആവശ്യമുണ്ടത്. കാരണം അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല. നമുക്കറിയാം അവിടെ ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ബാറ്, മസാജിങ് സെന്റർ, ഇതൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കി ഇതൊന്നും ചർച്ച വരുന്നില്ല. അതുകൊണ്ടാണ് നമുക്കൊരു പ്രശ്നം. മീഡിയകൾ പ്രത്യേകമായിട്ട് എൻ്റെ വാർത്ത നിങ്ങളെ പോലെയുള്ള ആളുകളൊക്കെ കൃത്യമായി ഒന്ന് ചർച്ച ചെയ്യണത്. കാരണം അവിടെ നടക്കുന്നത് പാവപ്പെട്ട ഒരു വിഷയം മാത്രം ചർച്ച ചെയ്യുള്ളൂ. അവിടെയുള്ള മസാജിങ് പാർലറോ അതല്ലെങ്കിൽ ബാറുകളോ അങ്ങനെയുള്ള വൈൻ ബാറുകളൊക്കെ ഒരുപാടുണ്ട് അവിടെ. അവരൊക്കെ കയ്യേറിയിക്കണതാണ്. ഇതൊന്നും ചർച്ച ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഈ PMC വിഷയത്തിൽ തന്നെ മംഗലാപുരം യാത്ര മുതൽ ഇന്ന് വരെയുള്ള ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും RSSന് ചൂട്ടി പിടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി മുന്നോട്ട് പോവുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇലക്ഷൻ കഴിഞ്ഞു റിസൾട്ട് വരുന്നതിന്റെ മുമ്പ് മംഗലാപുരം യാത്ര മുതൽ ഇതുവരെയുള്ള സംഭവങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിക്കോ. VD സതീശൻ എന്ന് പറയുന്ന ആള് സവർക്കർ സതീശനായി മാറുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അതിന് എന്തൊക്കെയാണോ സതീശൻ വാക്ക് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായി നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ പരിശോധിക്കണം. വരും സമയങ്ങളിൽ ഇവിടെ പ്രതിപക്ഷത്തെങ്കിലും BJPയെ എത്തിക്കാനുള്ള ഒരു ഉറപ്പ് സതീശൻ കൊടുത്തിട്ടുണ്ടോ എന്നുള്ള സംശയം ബാക്കി നിൽക്കുകയാണ്. നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ടി വരും.